So finally, Apple iOS 18 RC വേർഷൻ RC ബിൽഡ് റിലീസ് ചെയ്തേക്കുവാണ്. ഇത് നമ്മുടെ ഇവൻറ്റിന് ശേഷം തന്നെ ഓൾറെഡി ആപ്പിൾ ചെയ്തൊരു കാര്യമായിരുന്നു. നമ്മൾ ഇവൻറ്റിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഈ വീക്ക് ആപ്പിൾ RC വേർഷൻ റിലീസ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് ആപ്പിൾ ഇതിൻ്റെ ഒഫീഷ്യൽ റിലീസും അല്ലെങ്കിൽ എല്ലാ ഡിവൈസിലേക്കും നമുക്ക് iOS 18 അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ iOS 18 നമുക്ക് ഒഫീഷ്യലി നമ്മുടെ എല്ലാ ഡിവൈസുകളിൽ അവൈലബിൾ ആകുന്നത് അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബർ 16 ഇനി iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ അതൊന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. iPhone XS ഈ ലിസ്റ്റിൽ കൊടുത്തേക്കുന്ന എല്ലാ ഡിവൈസുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ലിസ്റ്റിലെ ഡിവൈസുകൾ നിങ്ങളുടെ ഡിവൈസ് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ RC വേർഷനിൽ ആപ്പിളിൽ ഫൈനലി കൊണ്ടുവന്നേക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉപകാരപ്പെടുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത് ഏകദേശം 8 GB അടുത്തുണ്ട്. 7.64 GB ആണ്. ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസുകളുടെ മോഡൽ അനുസരിച്ച് അപ്ഡേറ്റ് സൈസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും അറിയാം. ഈ ഒരു RC റിലീസ് iOS 18 മാത്രമല്ല iPadOS 18 WatchOS 11 macOS 14 എല്ലാം നമുക്ക് RC വേർഷൻസ്, അതായത് റിലീസ് കാൻഡിഡേറ്റ് വേർഷൻസ്. ഇനി ഈ ഒരു RC അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് ഡെവലപ്പർ ബേറ്റ അല്ലെങ്കിൽ പബ്ലിക് ബേറ്റ റൺ ചെയ്യുന്ന യൂസേഴ്സിനാണ്. സോ സെറ്റിംഗ്സ് ജനറൽസിൽ അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓപ്ഷനിൽ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബേറ്റ അപ്ഡേറ്റ്സ് ഓപ്ഷനിൽ നിങ്ങൾ പബ്ലിക് ബേറ്റ ഡെവലപ്പർ ബേറ്റ ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത്. സോ പബ്ലിക് ബേറ്റ ഡെവലപ്പർ ബേറ്റയിൽ നിന്ന് എങ്ങനെ നമുക്കിനി ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പം ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കും, അതിനെപ്പറ്റി നമ്മൾ താമസിക്കാതെ ഒരു ഡീറ്റെയിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ വേർഷൻ നമ്പറിലേക്ക് വരുമ്പം നമുക്കിവിടെ കാണാം 22A3354 എന്നുള്ളതാണ് ഇതിൻ്റെ വേർഷൻ നമ്പർ. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ അപ്ഡേറ്റിൻ്റെ വേർഷൻ നമ്പരും. അതുപോലെ മോഡം ഫേംവെയർ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും iPhone 12 miniയിൽ വന്നിട്ടില്ല. ഇനി മറ്റേതെങ്കിലും ഡിവൈസിൽ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആപ്പിൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എയർപോഡ്സ് പ്രോയ്ക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ USB Type-C ഉള്ളതോ ലൈറ്റ്നിങ്ങോ ഉള്ള മോഡലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പം ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എയർപോഡ്സ് പ്രോ 2 വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് 7A294 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പ്രത്യേകതകൾ ഇതിൽ 3 പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഹെഡ് മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ ഡിക്ലൈൻ ചെയ്യാനും സാധിക്കും. അതാണ് ഇവിടെ കാണിച്ചത് റെസ്പോൺസ് ടു സിറി ബൈ മൂവിങ് യുവർ ഹെഡ്. അതിൽ ഹെഡ് ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ട് ആ 2 ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. കോൾ അക്സെപ്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനും. അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ തലയിട്ട് ഹെഡ് ഷെയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സൈഡ് ടു സൈഡിലേക്ക് നമ്മൾ ഹെഡ് മൂവ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഡിക്ലൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ടേൺ ഓൺ ചെയ്യുക. ഇതിന് iOS 18 ആവശ്യമില്ല, നിങ്ങളുടെ ഡിവൈസിൽ ഓൾറെഡി ലഭിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത് ലഭിച്ച ഫീച്ചർ എന്ന് പറയുന്നത് എയർപോഡ്സിന് തന്നെ വോയിസ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ബിൽഡിനായിട്ട് ഐഫോണിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പം എയർപോഡ്സിലേക്കും ഈ ഒരു അപ്ഡേറ്റോടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ വോയിസ് ഐസൊലേഷൻ ഫീച്ചർ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. മൂന്നാമത് ലോ ലേറ്റൻസി ഓപ്ഷനാണ്. ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ എയർപോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോ ലേറ്റൻസി ഓപ്ഷൻ ആപ്പിൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ലേറ്റൻസി ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അതായിരിക്കും 16 ബിറ്റിൽ 48 kHz ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി RC അപ്ഡേറ്റിന് ശേഷം ഞാൻ കണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഫോൺ, അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷേ ഡിവൈസ് ഓൺ ആയി വരുമ്പോൾ നമുക്കൊരു വെൽക്കം സ്ക്രീൻ ലഭിക്കുന്നുണ്ട്. ഹലോ എന്ന് പറയുന്ന ഒരു വെൽക്കം സ്ക്രീൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ലഭിക്കും. അതിൽ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണും. താഴെ പല പേരിൽ ഹലോ എന്നുള്ളത് എഴുതി കാണിക്കും. അങ്ങനെ ഒരു പുതിയ വെൽക്കം സ്ക്രീൻ iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് ഡിവൈസ് റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. രണ്ടാമതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ. ഏറ്റവും പഴയ ഡിവൈസുകൾക്ക് പോലും, ഇപ്പം ഞാൻ പറഞ്ഞു ഇത് iPhone 12 mini ആണ്, അതിൽ പോലും നമുക്ക് വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പം വീഡിയോ ഓപ്ഷനിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നേരത്തെ മുതലേ ഉള്ള ഫീച്ചറാണ്. എന്നാൽ നമ്മൾ വളരെ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ഫീച്ചർ, ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ആപ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പണ്ടേ ആപ്പിളിന് നിസ്സാരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആപ്പിൾ ഇത്രയും ഡിലേ ചെയ്ത് ആൾക്കാരെ ഇട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും അവസാനം പോസ് ഫീച്ചർ, നമുക്കിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ടോപ്പിൽ നമുക്ക് ആ ഒരു ടൈം സ്റ്റാമ്പ് കാണാൻ സാധിക്കും. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതൊന്ന് ഗ്രേ കളർ പോപ്പപ്പ് ആയതിനു ശേഷം വീണ്ടും ഒന്ന് മ്യൂട്ടാകും. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം താഴെയായിട്ട്
പോസ്റ്റ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. ദെൻ നമുക്കിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒരൊറ്റ സിംഗിൾ വീഡിയോയിൽ നമുക്ക് ഇനി മുതൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരൊറ്റ സിംഗിൾ വീഡിയോ തന്നെ നമുക്ക് എത്ര ലെങ്ത് ഉള്ള വീഡിയോ ഇനി ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇനി കട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ പോസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ പണ്ടേ ആപ്പിളിന് നിസ്സാരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എങ്കിലും ഇതിപ്പോൾ കൊണ്ടുവരാൻ കാണിച്ച ആ വലിയ മനസ്സിന് നന്ദിയേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇങ്ങനെ പോസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഫ്രെയിമുകൾ മാറ്റിക്കൊണ്ട് ഇനി ഞാൻ പോസ് ചെയ്തേക്കുവാണ്. പോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനിത് കണ്ടിന്യൂ ആണ്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും അത് ജമ്പിങ് ഉണ്ടോ, അതായത് പോസ് ചെയ്ത ആ ഭാഗത്തു നിന്ന് ഇനി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എന്തെങ്കിലും ജമ്പിങ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ജസ്റ്റ് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാൻ തുടങ്ങി. ആ കട്ടിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ജമ്പിങ്, ആ പോസ് ചെയ്തിടത്തുനിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ജമ്പിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് ഇതിൽ വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മളിപ്പം റെക്കോർഡ് ചെയ്ത വീഡിയോ 4K 1080p ആയിക്കോട്ടെ, നിങ്ങളത് ഷൂട്ട് ചെയ്തത് 60 FPS ഷൂട്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലേ ബാക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ സ്ലോമോ ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ 60 FPS 30 FPS നമുക്ക് വീഡിയോസ് പ്ലേ ബാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് 60 FPS സോ അതുകൊണ്ട് തന്നെ ഇനി പുതിയ iPhone 16 സീരീസ് വരുമ്പോൾ നമുക്കറിയാം 120 FPS 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്കപ്പം 24 FPS 30 FPS 60 FPS 120 FPS നമുക്ക് ഈ ഒരു ഫ്രെയിം റേറ്റ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൽ 30 FPS ആണെങ്കിലും 60 FPS നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇതൊരു സ്ലോമോ ഓപ്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താഴെ നമുക്ക് ആ സ്ലൈഡറിൽ എവിടെയൊക്കെ ഈ ഒരു 30 FPS വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അൺഡു സ്ലോമോ എഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമുക്കിത് അൺഡു ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്യാമറ ആപ്പിൽ വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഫ്ലാഷ് ഓപ്ഷൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഫ്ലാഷ് ഡിസേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പ്രീവിയസ്ലി നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് മേളിലേക്ക് പോയിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. ഇപ്പം ആ ഒരു ഓപ്ഷൻ മേളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൂ. ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കും. പക്ഷേ ഇവിടെ ഇപ്പം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ ഇവിടെയും ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് വാച്ച് ആപ്പിനകത്ത് പുതിയ വാച്ച് ഫേസുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം ഫോട്ടോസ്, റിഫ്ലക്ഷൻസ്, ഫ്ലക്സ്. ഈ പുതിയ വാച്ച് ഫേസുകൾ നമുക്കിപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഡിവൈസുകളിലും, എല്ലാ ഓൾഡ് ജനറേഷൻ ആപ്പിൾ വാച്ചിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ വാച്ച് ഫേസുകൾ ലഭിക്കുന്നതാണ്. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസും, വെസ്റ്റേൺ അറബിക് സ്റ്റൈൽ, ഈസ്റ്റേൺ അറബിക് സ്റ്റൈൽ, ഡേവൻഗിരി, അതൊരു ഇന്ത്യൻ ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഔട്ട്ലൈൻ, അങ്ങനെ ഡിഫറെൻറ്റ് വാച്ച് ഫേസുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. റിഫ്ലക്ഷനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിന് കുറേ പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു വാച്ച് ഫേസ് തന്നെയാണ്. അതിൻ്റെ തന്നെ സർക്കിൾ ഓപ്ഷൻസ്, അതിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫോട്ടോസ്, ഈ ഫോട്ടോസ് ഈ വാച്ച് ഫേസ് വർക്ക് ചെയ്യുന്നത് അത് സ്കെയിൽ ചെയ്യുന്നത്, അതായത് ഈ ഫോട്ടോസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ പോർട്രേറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോട്ടോസ് ആണെങ്കിൽ അത് ആ വാച്ച് ഫേസിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മീൻസ് എഐയുടെ സഹായത്തോടെ അത് സ്കെയിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ആ ഒരു വാച്ച് ഫേസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചേഞ്ചസ് ആപ്പിൾ ഈ ഒരു RC അപ്ഡേറ്റിൽ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ ആ ഒരു ഒപ്റ്റിമൈസേഷൻ ആപ്പിൾ ഇപ്പം iOS 18 ആയിട്ടുണ്ട്. പ്രീവിയസിലുണ്ടായിരുന്ന ആ സ്റ്റട്ടറിങ്ങോ അല്ലെങ്കിൽ ലാഗോ അല്ലെങ്കിൽ ഡിലേ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ ആ ഒരു OS അപ്ഡേറ്റ് സ്മൂത്ത് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ. പലരും ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും തീം ആഡ് ചെയ്ത് വെക്കുന്നതാണോ അല്ലയോ. ഇത് തീമൊന്നുമല്ല, നമുക്കിവിടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ അതിലൂടെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നെങ്കിൽ ചെയ്യാം, ടിൻറ്റഡ്, ലൈറ്റ് മോഡ്, ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഐക്കൺസ് ലാർജർ ആക്കാനും സ്മോളർ ആക്കാനും സാധിക്കും. സോ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് ആകുന്നതും മാറുന്നതും ഒക്കെ ആപ്പിൾ കുറേയധികം റിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് പെട്ടെന്ന്, കാരണം ബെയ്റ്റ 1 മുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ബെയ്റ്റ ഇപ്പോൾ ഈ ഒരു RCയിലേക്ക് വന്നപ്പം അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ കൺട്രോൾ സെൻറ്ററിലും നല്ല രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കവിടെ കാണാം, ഞാൻ എൻ്റെ കൺട്രോൾ സെൻറ്റർ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ധാരാളം ഓപ്ഷൻസ് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷനും തേർഡ് പാർട്ടി ഓപ്ഷൻസും ആപ്പിൾ ഇനി കൊണ്ടുവരുന്നുണ്ട്. സോ നമുക്ക് ഈ കൺട്രോളുകളെല്ലാം വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്യാനും
അത് നമുക്ക് റീ അറേഞ്ച് ചെയ്യാനും സാധിക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ ഒരു സ്റ്റട്ടറിങ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ പലതിൻ്റെ വഴിക്കൊക്കെ പോകുമായിരുന്നു. മൊത്തത്തിൽ OS പ്യുവർ അപ്ഡേറ്റിന് അല്ലെങ്കിൽ ഡിവൈസ് റിലീസ് ചെയ്യാൻ പാകത്തിൽ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് iOS 18 RC അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.